സോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് 470 രൂപ നിങ്ങളെ ഏത് പേയ്മെൻ്റ് ആണെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ ഏത് യു പി ഐയിലോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്ന് വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ മേ ബി ലൈക്ക് 2-3 ദിവസത്തിന് ശേഷം കാണുന്നവരോ അതുകൊണ്ട് ലൈക്ക് 2-3 ദിവസത്തിന് ശേഷം കാണുന്നവരുണ്ടെങ്കിൽ അന്നേരത്തേക്കും ഈ ഒരു ഓഫറെല്ലാം മസ്റ്റായിട്ട് എന്നല്ല എന്തായാലും ഓക്കെ മേ ബി എൻ്റെ ആവുന്നതായിരിക്കും. അന്നേരം വന്നിട്ട് കമൻറ്റ് ഇടാനും കാര്യം ലൈക്ക് ഇതാക്കാനോ പാടില്ല. ഓക്കെ, ലേറ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ എല്ലാ ദിവസവും ഒരു 9 മണിക്ക് വരുന്നതായിരിക്കും. ആ ഒരു 9-10 മണിക്ക് വരുന്നതായിരിക്കും. ആ ഒരു ടൈമിന് നിങ്ങൾ കാണാൻ നോക്കുക. അതർവൈസ് നിങ്ങൾക്ക് മിക്കവാറും ലിമിറ്റഡ് ടൈം ഓഫറും എല്ലാവരും ചെയ്തിട്ട് തീരാൻ ചാൻസ് ഇല്ല. ഇതാണ് ഓക്കെ. സോ ചാനൽ നല്ല രീതിയിൽ ഡൗൺ ആണ്. ഒന്ന് വീഡിയോ ഒക്കെ കാണുന്നവർ ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിക്കുക. വേറെ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, സോ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. ആൻഡ് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുകൊണ്ടൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ വേറെ സംഭവം പറഞ്ഞായിരുന്നു, കുറേ റൂമേഴ്സ് ഇറങ്ങുന്നുണ്ട് ടെലിഗ്രാമും. ഇന്നലെ പറഞ്ഞായിരുന്നു, അതായത് ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് രാത്രിയില്ലേ. സോ ഇന്നലെ രാത്രി 12 മണിന്ന് എല്ലാവരും പറയാറ് ആ ഒരു ടൈം ബാൻ ആവുമെന്ന് പറഞ്ഞായിരുന്നു. ബാൻ ഒന്നും ആവാൻ ചാൻസ് ഇല്ല. ബാൻ ആകും, ബട്ട് കുറേ ടൈം എടുത്തിട്ടായിരിക്കും ബാൻ ആക്കില്ല. നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് മിക്കവാറും ടെലിഗ്രാം ഫുള്ളായിട്ട് റിസർച്ച് അടിച്ച് സ്റ്റഡി അടിച്ചിട്ട് ആസ് സൂൺ ബാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ടെലിഗ്രാം പോകുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്താൽ അവർക്ക് ബാൻ ആക്കാൻ ആവുന്നതേ ഉള്ളൂ. സോ മേ ബി ഞാൻ ടെലിഗ്രാം വാട്സാപ്പ് ഒരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ടെലിഗ്രാം ഇപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക. വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക. മുഴുവനായിട്ട് കണ്ടിട്ട് അതേപടി ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് തംബ്നെയിൽ കണ്ടിട്ട് വന്നിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ടു ബി ഹോണസ്റ്റ് ഞാൻ ക്ലിക്ക് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇടുന്ന റീച്ച് ആവുന്നില്ല. സോ ചുമ്മാ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. സോ ഞാൻ ക്ലിക്ക് ബൈറ്റ് കൊടുക്കുന്നതിലും എന്തായാലും മാക്സിമം കുറക്കാം. ഓക്കെ, കുറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ആദ്യം നമ്മളൊരു മീഡിയ റിവാർഡിൻ്റെ ഒരു ക്യാമ്പയിനാണ്. ഓക്കെ, അതായത് മീഡിയ റിവാർഡാണ്. ഇന്നലെ കാണിച്ചത് വേറെ ലോഗിൻ്റെ അല്ല, ഇതിൻ്റെ വേറെ അതേ സംഭവത്തിന് വേറെ ലോഗിനാണ്. 7 ദിവസം ലോഗിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് 50 രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, 50 രൂപ നിങ്ങൾ ഏത് യു പി ഐ പേയ്മെൻ്റ് ആയിരിക്കും ഇതിൽ കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ക്യാമ്പയിൻ ലിങ്ക് ഞാൻ താഴെ ഫസ്റ്റ് ലൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്യാമ്പയിൻ ഓർ ഫസ്റ്റ് ലൂട്ട് പറഞ്ഞിട്ട് ഞാൻ തന്നിട്ടുണ്ടാവും. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം യു പി ഐ ഡി സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ അവർ കൊണ്ടുപോകുന്നത് നമ്മളൊരു റിയൽ മെയിൽ ഐ ഡിയും ഇമെയിലും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം മെയിൽ ഐ ഡി സബ്മിറ്റ് ചെയ്ത ശേഷം താഴെ പ്ലേ സ്റ്റോറിൽ താഴെ പോയാൽ നിങ്ങൾക്ക് മീഡിയ റിവാർഡ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പ്ലേ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ മീഡിയ റിവാർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ ഇതായിട്ട് കിട്ടുന്നതായിരിക്കും. ട്രാക്ക് ആയതിന് നിങ്ങൾക്ക് 1 രൂപ റിസീവ് ആകുന്നതായിരിക്കും. സോ 1 രൂപ റിസീവ് ആയാൽ മാത്രമേ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 രൂപ കിട്ടിയാൽ ലോഗിനായി ഫുൾ എല്ലാ ആക്സസും അവർ അതിൽ പറയുന്ന എല്ലാ ആക്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് ഇമെയിലിലോട്ടേക്കൊരു വെരിഫിക്കേഷൻ മെയിൽ വരുന്നതായിരിക്കും. സോ അതും വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്യുക. ജസ്റ്റ് രാവിലെ എണീക്കുക, ആപ്പ് ഓപ്പൺ ആക്കുക, 2 മിനിറ്റ് ഓപ്പൺ ആക്കി വെക്കുക, പിന്നെ ക്ലോസ് ആക്കുക. ഓക്കെ, അങ്ങനെ 7 ദിവസം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 50 രൂപ കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ഒരു എക്സ്ട്രാ ലൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊരു 10-30 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയോ പോയിൻറ്റ്സ് ആയാലും 250 രൂപ നിങ്ങൾക്ക് യു പി ഐ വൗച്ചറാക്കിയിട്ട് നിങ്ങൾക്ക് യു പി ഐ പേയ്മെൻറ്റ് ഈ ഒരു ആപ്പിൽ നിന്നും കിട്ടുന്നതായിരിക്കും. സോ എക്സ്ട്രാ ലൂട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ആരും മിസ്സാക്കരുത്. ഏകദേശം 5-6 ക്യാമ്പയിൻ ഉണ്ട്. ഈ ഒരു 5-6 ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 470 രൂപ കിട്ടുന്നത്. വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക. സോ നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ ക്യാമ്പയിനിലോട്ടേക്ക് പോകാം. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. സോ ഗൈസ്, നിങ്ങൾ സെക്കൻഡ് ലൂട്ടിൽ ക്ലിക്ക് ചെയ്യുക, യു പി ഐ ഡി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ ഏഞ്ചൽ വണ്ണിൻ്റെ പ്ലേ സ്റ്റോറിലോട്ടേക്ക് വരും. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു പാൻ കാർഡും ആധാർ കാർഡും മാത്രം മതി, സിമ്പിളാണ്. ഓക്കെ, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആക്കി ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങളുടെ ഫുൾ നെയിമും മൊബൈൽ നമ്പറും OTP റഫറൽ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത്ര കാര്യങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ഫുൾ മൊബൈൽ നമ്പറും OTP കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ നിങ്ങളൊന്ന് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ മെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ മെയിൽ ഐ ഡിയും കൂടി കൊടുത്തതിന് ശേഷം പാൻ ഡീറ്റെയിൽസും ആധാർ കാർഡ് ഡീറ്റെയിൽസ് ആയിരിക്കും, അതായത് KYCക്ക് വേണ്ട ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് പിക്കും ബാക്ക് പിക്കും പാൻ കാർഡിൻ്റെ ആധാർ കാർഡിന് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ KYC പ്രൊസീജിയറാണ് കംപ്ലീറ്റ് ആക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ഒരു ഇപ്പോൾ ഡോക്യുമെൻ്റ് ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, സോ ലൈക്ക് ക്ലിയർ ആയിട്ട് വേറെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് വേറെ സംഭവം ഇല്ലാണ്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് പാൻ വെരിഫിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ
നിങ്ങൾ ഗാലറി ത്രൂവും ചെയ്യുക ഓർ ലൈവായിട്ടും ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് വെരിഫൈ ആക്കേണ്ടത്. സോ നിങ്ങളുടെ ബാങ്ക് സെർച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങളെ ബാങ്ക് സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടെത്തിയ ശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും OTPയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഏകദേശം SBI, ICICI എല്ലാ ബാങ്കും ഉണ്ടാവും. ഓക്കെ, ഞാൻ എൻ്റെ ഓൺലൈനിലെടുത്ത ഇൻഡസിഡാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നമ്മുടെ ബാങ്ക് എടുത്തതിന് ശേഷം OTPയും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പർ IFSC കോഡും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അവർ ആ ഒരു അക്കൗണ്ടിലോട്ടേക്ക് 1 രൂപ ഇടുന്നതായിരിക്കും ഫോർ ഈ ഒരു ബാങ്ക് നമ്മളുടെ പേരിലാണെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതും കൂടി ഒന്ന് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ആക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ, നിങ്ങൾ കൊടുത്ത രജിസ്ട്രേഷൻ ചെയ്ത നമ്പർ ഉണ്ടാവില്ലേ, ആ ഒരു ആധാർ നമ്പറല്ല, മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണെന്നുള്ളത് വെരിഫൈ ആക്കാനാണ്. സോ ഇവിടെ നമ്മൾ ഓൺലൈൻ KYC മറ്റേ ഡിജി ലോക്കർ ചെയ്യുന്ന കണക്കെ തന്നെ ഡിജി ലോക്കറിലെ നമ്മൾ KYC ഉണ്ടാവില്ല. സോ അതും ഇവിടെ ഇപ്പോൾ ഓൺലൈൻ ത്രൂ ഒരു 3 മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, ആധാർ നമ്പർ കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ കോഡ് ഒരു വെരിഫിക്കേഷൻ ക്യാപ്ച അതിൻ്റെ രീതി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആധാർ നമ്പറിൻ്റെ OTP നമ്മൾ മൊബൈലിലോട്ടേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ ആധാറിൻ്റെ OTP മൊബൈലിലോട്ടേക്ക് വരും. ഓക്കെ, അതിനുശേഷം KYC കംപ്ലീറ്റ് ആക്കി. സോ അവർക്ക് നമ്മളുടെ KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്ത് കൊടുക്കുക, പെർമിഷൻ. ആഫ്റ്റർ ദാറ്റ് ബേസിക് ആയിട്ടുള്ള ആനുവൽ ഇൻകം, നമ്മൾ ഓക്യുപ്പേഷനും ജെൻഡറും മാരേജ് സ്റ്റാറ്റസും മാർഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, സോ അതും കൂടി ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. കറക്റ്റ് ഇതേപടി നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 1 രൂപ കിട്ടും. എന്നാൽ മാത്രമേ നിങ്ങൾ KYC കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളൊരു ഡോക്യുമെൻറ്റ് സബ്മിറ്റാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് വെച്ചാൽ സെൽഫിയും പാൻ കാർഡും സിഗ്നേച്ചറും ആഡ് ആക്കുക. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ഡിജി ലോക്കറിൻ്റെ തന്നെയാണ് സംഭവം ബാക്കി വരുന്നത്. ഓക്കെ, നമ്മൾ സെൽഫി കൊടുക്കുക, പാൻ കാർഡ് നമ്മൾ ഓൾറെഡി കൊടുത്ത്. ഓക്കെ, അത് വീണ്ടും ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സൈനേച്ചർ കൊടുക്കണം എന്നില്ല, ഇതായിരിക്കും ഓർ ഇവിടെ നമ്മൾ ടച്ച് സ്ക്രീനിൽ തന്നെ ആയിരിക്കും സിഗ്നേച്ചർ കൊടുക്കേണ്ടത്. സോ കൊടുക്കേണ്ട കാര്യം സെൽഫിയും പാൻ കാർഡും സോ സിഗ്നേച്ചറും കൊടുത്തു. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സെൽഫി എടുക്കാം. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നമ്മൾ സെൽഫി എടുത്ത ശേഷം കറക്റ്റ് ഫേസ് വന്നാൽ ഒരു ഗ്രീൻ വരുന്നതായിരിക്കും. സോ സെൽഫി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത് നമുക്ക് പാൻ കാർഡ് കൊടുക്കുക. അതിൻ്റെ ഗാലറിയിലോ ഫോട്ടോ ഒന്നും കൊണ്ടെങ്കിൽ മതി. നമ്മൾ പാൻ കാർഡ് ഒന്ന് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, അപ്പം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്താൽ മതി. സോ അടുത്തെന്ന് വെച്ചാൽ നിങ്ങളൊരു വൈറ്റ് പീസ് ഓഫ് പേപ്പറിൽ നിങ്ങളെ സിഗ്നേച്ചർ കുറച്ച് ഇങ്ങനെ എഴുതിയിട്ട് അതൊരു ഫോട്ടോ കൊടുത്താൽ മതി. ക്യാമറയിലെടുത്തോ ഗാലറിയിൽ ഓൾറെഡി എടുത്തു വെച്ചതോ കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ ഓൾറെഡി ഗാലറിയിൽ എടുത്തു വെച്ച ഫോട്ടോ ആണ് സബ്മിറ്റ് ആക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഒരു സ്റ്റെപ്സും കംപ്ലീറ്റ് ആക്കി, അതായത് ഡോക്യുമെൻ്റ് അപ്ലോഡേഷനും അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കി. സോ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഐ വാണ്ട് ടു ആക്ടിവേറ്റ് ഫ്യൂച്ചർ ട്രേഡിംഗ് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ നോ ഐ വിൽ ആക്ടിവേറ്റ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് ആധാർ e-സൈൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊസീഡ് ടു e-സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ വീണ്ടും നമ്മളെ ആധാർ നമ്പറിൽ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും OTP നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. സോ OTP വന്നാൽ OTP സബ്മിറ്റ് ആക്കുന്നത്, അതൊരു ആധാർ e-സൈൻ പ്രൊസീജിയറാണ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ഭാഗം ഒന്ന് കൊടുത്താൽ നമുക്ക് ഇതാകുന്നതായിരിക്കും. സോ ഇങ്ങനൊരു പേജിലോട്ടേക്ക് നെക്സ്റ്റ് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഐ വിൽ റെഫർ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് റിസീവ് ആയി ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതാകും. പിന്നെ നോമിനി ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ലേറ്റർ എന്നുള്ള മാത്രം കൊടുത്താൽ അതിനുശേഷം എക്സ്പ്ലോർ ആപ്പ് എന്നുള്ള കൊടുക്കുക. ഓക്കെ, എക്സ്പ്ലോർ ആപ്പ് എന്നുള്ള കൊടുത്താൽ നിങ്ങൾക്ക് ഇതേ കണക്കത്തെ ഇൻ്റർഫേസ് വരും. ജസ്റ്റ് സ്കിപ്പ് അടിക്കുക. ഓക്കെ, അതിനുശേഷം ഇതേപോലൊരു ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. നമ്മളെ KYC അപ്രൂവൽ ആയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴാണ് KYC അപ്രൂവൽ ആവുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എമൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഒരു ലോഗിൻ ID യും മെയിലും ലോഗിൻ ID യും പാസ്വേഡ് മെയിൽ ത്രൂ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് 160 രൂപ ഈ ഒരു സെക്കൻഡ് ക്യാമ്പയിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്ര മാത്രമല്ല. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓഫറാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്താൽ 20 രൂപ വരെ ക്യാഷ് ബാക്ക് വിൻ ചെയ്യാം. അതിനെ നിങ്ങളൊന്നും ആക്കേണ്ട, നിങ്ങൾ നമ്മൾ ഇതിലുള്ള ടെലിഗ്രാം പോസ്റ്റ് ലിങ്ക് ആയിരിക്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവില്ല, 3rd ലൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ആ ഒരു പോസ്റ്റ് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ആ പോസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു കോഡ് ഉണ്ടാവും, സെൻഡ് എന്നുള്ള ആ ഒരു കോഡിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം SMS നമ്പർ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് SMS മെസ്സേജിന് ആ ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ ഈ ടാപ്പ് ചെയ്ത് ഈ കോഡ് അവിടെ സെൻഡ് ചെയ്താൽ മാത്രം മതി. അപ് ടു 9 to 9 മണി വരെയാണ് ടൈമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം
നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. മേ ബി ഒരു വെബ്സൈറ്റിൽ പോയിട്ട് റിഡീം ചെയ്യുന്നതോ അങ്ങനത്തെ വല്ല പ്രൊസീജിയറോ അത്ര മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ അത് അങ്ങനെ ചെയ്യുക. നമുക്ക് നേരെ അടുത്ത ലൂട്ട് ഓഫറിലോട്ടേക്ക് പോകാം. ഓക്കെ, അടുത്ത വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനം ഒന്നുമില്ല. നിങ്ങൾ ആ ക്യാമ്പയിൻ ലിങ്കിൽ, അതായത് ഫോർത്ത് ലൂട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. ഫോൺ നമ്പറും OTPയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബേസിക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ₹1 ട്രാക്ക് ആയാലും കിട്ടുന്നതായിരിക്കും. സോ ആ ₹1 കിട്ടിയ ശേഷം അടുത്ത പ്രൊസീജിയറിലോട്ടേക്ക് മൂവ് ഓൺ ചെയ്യുക. അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സാധനം ഓർഡർ ആക്കുക. നിങ്ങൾ പുറകെ ഗ്രോസറി ഐറ്റംസ് ആണ് നിങ്ങളവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഗ്രോസറി ഐറ്റംസ് ഓർഡർ ആക്കുക. ഓക്കെ, ഓർഡർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ₹100 കിട്ടുന്നതായിരിക്കും. സോ വല്ല ചെറിയൊരു പൈസേൻ്റെ സാധനം ഓർഡർ ആക്കിയാൽ മാത്രം മതി. ഇതിപ്പോൾ അഥവാ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ അത് കടയിൽ പോയി വാങ്ങിക്കുകയാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുക, നിങ്ങൾക്ക് ₹100 കിട്ടും, വീട്ടിൽ സാധനം കിട്ടും. സോ 2 in 1 ബെനിഫിറ്റ്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത 5th ലൂട്ടിലോട്ടേക്ക് പോകാം. ഓക്കെ, സോ ദ ലാസ്റ്റ് 6th ലൂട്ടാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ UPID കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ആക്കിയ ശേഷം വെബ്സൈറ്റിലോട്ടേക്ക് റീഡയറക്റ്റ് ആകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ₹160 വളരെ സിമ്പിളായിട്ട് സ്റ്റോക്ക് കണ്ടിട്ട് നെട്ടിയിട്ട് വില്ല KYC പ്രൊസീജിയർ ഉണ്ട് പറഞ്ഞിട്ട് ആരും പോകേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ₹160 എങ്ങനെ ഇതാക്കി തരാൻ ഞാൻ പറഞ്ഞത്. കറക്റ്റ് വീഡിയോ ഒരു 3 മിനിറ്റ് ആയാലും, ഈ ഒരു ഭാഗം ഒരു 3 മിനിറ്റ് ആയാലും, ഇത് കറക്റ്റ് കണ്ടാൽ മതി. സോ നിങ്ങൾ രജിസ്ട്രേഷൻ ഇതിൽ കണക്കത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളെ പാൻ നമ്പർ ഇതാക്കുക. ഓക്കെ, സോ അതായത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറിനെയാണ് പാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കൊടുക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് മന്തും ഇയറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പാൻ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ നിങ്ങൾക്ക് ₹20 0 എന്നുള്ള കാണിക്കും. അതിൻ്റെ താഴത്ത് ₹20 നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. അതായത് ഐ പ്രിഫർ ₹20 ബ്രോക്കറേജ് അക്കൗണ്ട്, ഓർഡർ അക്കൗണ്ട്. ഇത് കറക്റ്റ് ചെയ്യണം. ഇത് മാറി ചെയ്ത സീനായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ₹0 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ₹0 I want KYC ആ ഒരു സംഭവം വരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഇതാക്കി ഈ വീഡിയോയിൽ നമുക്കത് പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കുക. ഈ ഒരു ഭാഗം ആരും മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, വീഡിയോ കറക്റ്റ് കണ്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇങ്ങനത്തെ ഒരു പേജിലോട്ടേക്ക് എത്തുമ്പോൾ അതിനുശേഷം ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്നുള്ള ഭാഗം കൊടുക്കുക. ഓക്കെ, പിന്നെ ജസ്റ്റും ലൊക്കേഷൻ അലോ ചെയ്യുക. ഓക്കെ, അപ്പം സൈറ്റ് പെർമിഷൻ ആക്സസ് ഇല്ല എന്ന് പറയും, അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ദെൻ നിങ്ങൾ ഒരു സെൽഫി എടുക്കുക. ഓക്കെ, അപ്പോൾ സെൽഫി എടുത്ത് കൺഫേം ആയ നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഫേസ് ക്ലിയർ ആവുന്ന രീതിയിലൊരു സെൽഫി എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക. അതർവൈസ് നിങ്ങൾക്ക് റീടേക്ക് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഒരു സിഗ്നേച്ചറാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പാൻ കാർഡ് അതേ രീതിയിലായിരിക്കും സിഗ്നേച്ചർ വേണ്ടത്. അതൊരു ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ജസ്റ്റ് നമ്മൾ ടച്ച് സ്ക്രീനിൽ സിഗ്നേച്ചർ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് പേപ്പറിൽ ഫോട്ടോ എടുത്ത് കൊടുക്കാറാണ് പതിവ്. അതിൽ നിന്ന് കുറച്ച് വിപരീതമായിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ഉള്ളത്. ഓക്കെ, അടുത്ത ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. സെയിം ആസ് നമ്മുടെ Angel 1 ചെയ്ത അതേ രീതിയിലാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ആദ്യം ഒരു പ്രൊസീജിയർ വരുന്നുണ്ട്. ₹20 ബ്രോക്കറേജ് അക്കൗണ്ടിൽ ₹0 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ. അതെല്ലാവരും മിസ്സാക്കലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതേ കണക്കെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ സെയിം ആസ് Angel 1 നിങ്ങളെ ബാങ്കിലോട്ടേക്ക് ₹1 ഡെപ്പോസിറ്റ് ചെയ്ത് അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആക്കിയ ശേഷം ജെൻഡർ അതിനൊക്കെ തന്നെ മാർഷ്യൽ സ്റ്റാറ്റസ്, അതിനുശേഷം ഫാദറിൻ്റെ നെയിം, പിന്നെ ഫാദറിൻ്റെ റിലേഷൻ ആൻഡ് ആനുവൽ ഇൻകം. ഓക്കെ, അതിനുശേഷം നോ കൊടുക്കുക. അതിനുശേഷം അടുത്ത ആയത്തിൽ ടിക്കിൽ ഐ ഹിയർ ബൈ ആക്സെപ്റ്റ് ഓൾ ദി ഡീറ്റെയിൽസ് കൊണ്ട് കൊടുക്കുക. അതിന് സേവ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സംഭവം, ഈ ഒരു പ്രൊസീജിയറും കൂടി അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്യേണ്ടാവും. സോ സ്റ്റുഡൻറ്റ് എന്നുള്ള കൊടുക്കുക. ഓക്കെ, ഏതാണ് നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള കൊടുക്കുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അടുത്ത ഒരു ഇത് വരുന്ന ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആണ്. സോ അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നോ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോന് തംബ്നെയിൽ കണ്ടിട്ടും 2-3 ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടും കാര്യമില്ല. ജസ്റ്റ് എന്തായാലും വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക, കംപ്ലീറ്റ് ആക്കുക. അതേ രീതിയിൽ ചെയ്താൽ മാത്രം മതി. അടുത്ത വിഷ് ടു ആക്ടിവേറ്റ് FO സെഗ്മെൻറ്റിലെടുത്ത് നിങ്ങൾ നോ എന്നുള്ള കൊടുക്കുക. ഓക്കെ, അങ്ങനെ അതും കൂടി ചെയ്തതിന് ശേഷം ജനറേറ്റിംഗ് യുവർ അക്കൗണ്ട് ഫ്രം ആ ഒരു ഇതിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ വരുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സൈൻ ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ Angel ചെയ്ത കണക്ക് തന്നെ സൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുമില്ല, ക്ലിക്ക് ഹിയർ ടു സൈൻ എന്നെടുത്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക. ഓക്കെ, ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം OTP ജനറേറ്റ് ആക്കും. OTP ജനറേറ്റ് ആക്കിയിട്ട് ആ ഒരു OTP അവിടെ കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ
ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും, അതിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലോഡിംഗ് ആണ് വെബ്സൈറ്റ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് പാസ്വേഡും ഐ ഡിയും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പം സോ ആ ഒരു പാസ്വേഡും ഐ ഡിയും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് എംസ്റ്റോക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു പാസ്വേഡും ഐ ഡിയും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അത് ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ കൊടുത്ത KYC ഡീറ്റെയിൽസ് അപ്രൂവ് ആവുന്നതായിരിക്കും. അപ്രൂവ് ആയാൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു അതിപ്പോൾ വെബ്സൈറ്റിൽ ഈ ലോഗിൻ ആപ്പിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യുക നമ്മളുടെ KYC അപ്രൂവ് ആയോ ഇല്ലയോ. അപ്രൂവ്ഡ് ആയ ഇൻസ്റ്റൻ്റായിട്ട് 160 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെയുള്ള 4 ക്യാമ്പയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 470 കിട്ടും. പിന്നെ മറ്റേ ഒരു 20 രൂപ SMS സെൻഡ് ചെയ്താൽ അങ്ങനെ കൂട്ടി 490 രൂപ കിട്ടുന്നതായിരിക്കും. സോ ഈസി ആയിട്ടുള്ളതാണ്, എല്ലാവരും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി പ്രൊസീജിയർ. അപ്പം നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.